ഹലോ എവരിവൺ, നമുക്ക് ഇന്ത്യൻ നേവിയുടെ MR SSR വിളിച്ച കാര്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കാണാത്ത ആൾക്കാർ അത് രണ്ടും കാണണം. നിങ്ങൾ ലാസ്റ്റ് ഡേറ്റും അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SSR MR എന്താണ് 4 വർഷത്തെ അഗ്നിയർ ബാച്ച് ആണ്, ഒരു പെർമനന്റ് പോസ്റ്റും കൂടി വന്നിട്ടുണ്ടെന്ന്. അതിന്റെ വീഡിയോ ചെയ്യാനാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ നേവിയുടെ മെഡിക്കൽ അസിസ്റ്റന്റ് ആണ് പോസ്റ്റ്. അതായത് പെർമനന്റ് പോസ്റ്റ് ആണ്, 4 വർഷത്തല്ല 20 വർഷത്തോളം ടെന്റേറ്റീവ് ടൈം പീരീഡ് ഉള്ള ഒരു എക്സാം ആണിത്, വേക്കൻസി ആണത്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കേണ്ടത് ഇതിന് 12th പാസ് ആയിരിക്കണം. 10ാം ക്ലാസ് അല്ല യോഗ്യത, 12th പാസ് ആയിരിക്കണം. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയാം, നമ്മൾ SSRന്റെയും MRന്റെയും അതേപോലെ അഗ്നിവീർ GD അങ്ങനെ മൊത്തം എക്സാംസിന്റെ ക്രാഷ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻറോൾ ചെയ്യുക, അതിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, കോഴ്സിൽ എൻറോൾ ചെയ്യുക. ഓക്കെ, എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്. ഓക്കെ, ഒരു 2000 രൂപയാണ് നമ്മളൊരു കോഴ്സിന് പേയ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കിക്കോളാം, 17 വയസ്സ് കഴിഞ്ഞ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 12th പാസ്സാണ് ചോദിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 29 മുതൽ ഏപ്രിൽ 10 വരെയാണ് കേട്ടോ. ഏപ്രിൽ 10 വരെയാണ് അവിടെ നിങ്ങൾക്ക് ഡേറ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 10 വരെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് സിലബസ്, എങ്ങനെയാണ് എക്സാം വരാൻ പോണത്, അതിലെ സാലറി സ്കെയിൽ പാക്കേജ് ഉൾപ്പെടെ മൊത്തം ഡീറ്റെയിൽസ് നമ്മളിതിൽ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, വീണ്ടും പറയണ, ഇതെന്താണ്, ഒരു പെർമനന്റ് പോസ്റ്റ് ആണ്. 4 വർഷത്തെ അഗ്നിവീർ അല്ല. മെഡിക്കൽ അസിസ്റ്റന്റ് കിട്ടാനും വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടുന്ന എക്സാം ആണിത്. നോക്കിക്കോ, നമുക്ക് അതിന്റെ അപ്ലൈ ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അത് നോക്കടാ, നോട്ടിഫിക്കേഷൻ വന്നത് നമുക്ക് 20ാം തീയതി ആയിരുന്നു മാർച്ചില്. അപ്ലിക്കേഷൻ നമുക്ക് 29ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. തൊട്ടടുത്തുള്ള എക്സാം സെന്ററിലൊക്കെ കൊടുക്കാൻ നിൽക്കുക. വെറുതെ ട്രിപ്പ് അടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ട്രിപ്പ് അടിക്കണമെങ്കിൽ കൊച്ചിയിലൊക്കെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പൈസ ലാഭിക്കാനാണെങ്കിൽ ഏകദേശം തൊട്ടടുത്ത സെന്ററിലൊക്കെ കൊടുക്കുക. തൃശ്ശൂരും ഇവിടെ ഉണ്ട്, അവിടെ കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്ന ഏപ്രിൽ 10-നാണ്. അതിനുള്ളിൽ അപ്ലൈ ചെയ്തോണം. ഏപ്രിൽ 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇതിന്റെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിയുന്നതാണ്. ഇവിടെ അതേപോലെ നിങ്ങൾ കറക്ഷൻ വിൻഡോ 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. MR SSR പോലെ തന്നെയാണ് കേട്ടോ, അത് വ്യത്യാസമൊന്നുമില്ല. എക്സാം ഡേറ്റും അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ അറിയിക്കുന്നതാണ്. കറക്ഷൻ ഡേറ്റിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം, 14-ഉം 16-ഉം ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കടാ, ഇതിന് അപ്ലിക്കേഷന് ഫീ ഉണ്ട്. ഏകദേശം 550 രൂപ തന്നെയാണ് വരുന്നത്. ഇതിന് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൽസ് ആണ്, ഫീമെയിൽസിന് പറ്റൂല. ആൺകുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടി ഓർക്കുക. ഓക്കെ, നോക്കടാ, എമൗണ്ട് വരുന്നത് 550 പ്ലസ് 18% GST ആണ് വരുന്നത്. ഓക്കെ, പേയ്മെന്റ് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് ഏജ് ലിമിറ്റ് നോക്കണം. SSR മെഡിക്കൽ 02/2025 ബാച്ച്. ഓക്കെ, ഇവിടെ 1 സെപ്റ്റംബർ 2004-നും 29 ഫെബ്രുവരി 2008-നും ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് ഈ 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ ഇടയിൽ ജനിച്ച ആൾക്കാർ, ഈ ഡേറ്റും അതിന്റെ ഇടയിലും ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSR മിഡ് 02/2025 ബാച്ചിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി SSR മെഡിക്കൽ 02/2026 ബാച്ച്, അതായത് 02/2026 ആണ്. അതിന് നിങ്ങൾക്ക് 1 ജൂലൈ 2005-നും 31 ഡിസംബർ 2008-നും ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കേടാ. അപ്പോ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 01 സെപ്റ്റംബർ 2004 to 31 ഡിസംബർ 2008 ആർ എലിജിബിൾ ടു അപ്ലൈ. ഓക്കെ, സ്റ്റേജ് 2-ല് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ പ്രോസസും കാര്യങ്ങളും നിങ്ങൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്, നിങ്ങൾക്ക് 10 ഉണ്ടായിരിക്കണം, +2 ഉണ്ടായിരിക്കണം. 10ഉം +2ഉം പാസ്സായിരിക്കണം. +2-ല് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നമ്മൾ PCB എന്ന് പറയും, അതവിടെ PCB എന്ന് പറയും, അത് പാസ്സായിട്ടുണ്ടാവണം. അതും എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം, 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഈച്ച് സബ്ജക്റ്റിന്, എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എന്തുണ്ടാവണം, 40% മാർക്ക് ഉണ്ടാവണം. അതായത് കെമിസ്ട്രിക്ക് 40 ഉണ്ടാവണം, ബയോളജിക്ക് 40 ഉണ്ടാവണം, ഫിസിക്സിന് 40 ഉണ്ടാവണം. അങ്ങനെ മൊത്തം 50% ഉണ്ടാവണം. മാത്സ് പഠിച്ചില്ലെങ്കിൽ ഇവിടെ വലിയ കുഴപ്പമില്ല. ആൺകുട്ടികൾ മാത്സ് പഠിക്കാത്ത ആൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കടാ. ഇനി +2-ന് പഠിക്കുന്ന ഈ 2024-25 ബാച്ചിൽ പഠിക്കുന്ന പിള്ളേർക്ക് എലിജിബിൾ ടു അപ്ലൈ ഇഫ് ദേ ആർ ഫുൾഫിൽഡ് അതർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂടാ. ഇനി ഒറിജിനൽ മാർക്ക് ഷീറ്റ് നിങ്ങൾ എപ്പോൾ ചെയ്താൽ മതി, സെലക്ഷൻ പ്രോസസിന് ടൈമിൽ, അതായത് സ്റ്റേജ് 2-ലൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒറിജിനൽ മാർക്ക് ഷീറ്റ് കിട്ടും. അപ്പോഴേക്കും നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കടാ, ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് +2, 10th എല്ലാം കൊണ്ടുപോകണം. ഇനി അപ്പിയറിംഗ് ആണെങ്കിൽ +2-ന്റെ മാർക്ക് ഷീറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അപ്പിയറിംഗ് കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ,
ഇനി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഡൊമിസൈൽ ആണ് ഇനി വേണ്ടത്. നേറ്റിവിറ്റി കൊണ്ട് വലിയ കാര്യമില്ല. നേറ്റിവിറ്റി ചോദിച്ചാൽ മാത്രം നേറ്റിവിറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഏതാണ്? ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി. ഓക്കെ, ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആധാർ കാർഡ് SLC ബുക്കിലും ഒരേപോലെ ആയിരിക്കണം പേരുകളും മറ്റു ഡീറ്റെയിൽസും വരേണ്ടത്. അല്ലെങ്കിൽ SLC ബുക്ക് തിരുത്താൻ പോകരുത്, നേരെ ആധാർ എന്ത് ചെയ്യുക, തിരുത്താൻ കൊടുക്കുക. ഇനി റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, നമുക്കറിയാം 25 മാർച്ചിന് ശേഷം എടുത്ത കളർ ഫോട്ടോ കേട്ടോ. അതും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. എപ്പോഴും എന്നെ കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പല ആൾക്കാരും തെറ്റുകൾ തിരുത്തുന്ന ശ്രമിക്കുന്ന പോലുമില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു സ്ലേറ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നെഞ്ചിൽ നേരെ പിടിച്ചിട്ട് അവിടെ വേണം എന്ത് എഴുതാൻ, നിങ്ങളുടെ പേരും അതും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒറ്റ ലൈനിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനി അതല്ല എന്നുള്ള ആൾക്കാർ, വലിയ പേരുള്ള ആൾക്കാർ 2 ലൈനിൽ എഴുതിയിട്ട് അതിന്റെ താഴെ ഡേറ്റ് എഴുതാം കേട്ടോ. അന്ന് ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് എഴുതാം കേട്ടോ. ഓക്കെ, ബ്ലർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയ്ഡ് ആവുന്ന ഫോട്ടോസ് ഒക്കെ ഒഴിവാക്കാം മാക്സിമം. ഓക്കെ, ഇനി അടുത്ത് നോക്കടാ, നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിലെ സാലറി എന്ന് പറഞ്ഞാൽ 14,600 രൂപയാവും ട്രെയിനിങ് പീരീഡിലെ സാലറി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 3ലേക്ക്, പേ സ്കെയിൽ ലെവൽ 3ലേക്ക് എത്തും. അതായത് 21,700 മുതൽ 69,100 വരെ വരാം. ഇനി അഡീഷണൽ മിലിറ്ററി സർവീസ് പേ, അതായത് നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഏതെങ്കിലും നക്സൽ ഏരിയയിലൊക്കെ പോയി പണിയെടുക്കുകയാണെങ്കിൽ പിന്നെയും കൂടും നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്കുള്ള ഏകദേശം 5,200 വരും. പിന്നെ DNS അലവൻസ്, DA ഒക്കെ ഉണ്ടാവട്ടെ, എന്തെങ്കിലും ചില കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ പ്രൊമോഷന്റെ കേസ് ആരും അല്ലാണ്ട് പറയാന്നാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറിലേക്ക് പ്രൊമോഷൻ എക്സാംസ് ഉണ്ടാവും. എടാ, നിങ്ങൾ കയറുന്നത് ചെറിയ പോസ്റ്റിലാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കയറി കഴിഞ്ഞാൽ അതിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ പ്രൊമോഷൻ ലെവലിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്ത് നോക്കണം, പേ സ്കെയില്. നിങ്ങൾ മാസ്റ്റർ പെറ്റി ഓഫീസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 47,600 മുതൽ 1,51,100 രൂപയാണ് കിട്ടുക. പിന്നെ MSP ഉണ്ടാവും, അതുപോലെ തന്നെ DA കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി കമ്മീഷൻ ഓഫീസർ പ്രൊമോഷൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, SSBയുടെ ഇന്റർവ്യൂ പാസ് ആവണം. നിങ്ങളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല, സുഖമായിട്ട് കിട്ടും. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി സ്റ്റേജ് 1 എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതുപോലെ ഫിസിക്കൽ ഉണ്ടാവും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും. ഈ 4 കടമ്പകളാണ് നിങ്ങൾക്ക് കടക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. എൻട്രൻസ് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് മെഡിക്കൽ അസിസ്റ്റന്റിന് 100 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി എടുക്കേണ്ടത് ഏതിനാണ്? ബയോളജിക്ക് തന്നെയാണ്. ഓക്കെ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, GK, ഇതിന് 4 നിങ്ങൾ നല്ല പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ഹിന്ദിയിൽ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് ഉണ്ടാവും കേട്ടോ. ഇനി ഓരോ തെറ്റുത്തരത്തിനും 0.25 വെച്ച് അവിടെ കുറയും ചെയ്യും കേട്ടോ. എക്സാം ഡ്യൂറേഷൻ നോക്കണം, 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ് ആവും. ഈ 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോ ഒരു ചോദ്യത്തിന് എത്ര മണിക്കൂർ ഉണ്ടാവില്ല? 40 സെക്കൻഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആകണം. നമ്മൾ കറക്റ്റ് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അതിൽ എത്താൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. മാക്സിമം അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കുറഞ്ഞ ടൈം പീരീഡ് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് പ്രോസസ് ചെയ്തെത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ പല ആൾക്കാരെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കാൻ തന്നെ കുറെ ടൈം എടുക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താ? വർക്ക്ഔട്ട് ചെയ്യാനിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മലയാളത്തിലേക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറെ ടൈം എടുക്കുന്നതിന്റെ റീസൺ എന്താ? നിങ്ങൾ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വീണ്ടും പറയാം, ഇങ്ങനത്തെ എക്സാമിന് കറക്കി കുത്താൻ പോകരുത്. ഓക്കെടാ, ഇനി പാസിംഗ് ക്രൈറ്റീരിയ നോക്കി. കാൻഡിഡേറ്റ് മസ്റ്റ് പാസ് ഇൻ ഓൾ സെക്ഷൻസ്. ഇതിലെല്ലാം നിങ്ങൾ പാസ് ആയിട്ടുണ്ടാവണം. പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് സെക്ഷൻ വൈസ് എന്താണ് നമ്മൾ അറിയിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന സബ്ജക്റ്റുകൾ നോക്കണം. ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി, ജനറൽ അവയർനെസ്, എക്സാം ലെവൽ ആൻഡ് സിലബസുകൾ 10ാം ക്ലാസ് ലെവലും +2 ലെവലും ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ എന്തായിരിക്കും, ജനറൽ അവയർനെസ് എല്ലാം 10ാം ക്ലാസ് ലെവലിലായിരിക്കും. എന്നാൽ ബയോളജി എല്ലാം 9, 10, ബയോളജി 9, 10 +2 ലെവലൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസിലേക്ക് പോവാം. ഇന്ത്യൻ നേവി മെഡിക്കൽ അസിസ്റ്റന്റ് അഗ്നിവീർ അല്ലേ, സോറി കേട്ടോ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്, അഗ്നിവീർ അല്ല കേട്ടോ. ഇനി നോക്കടാ, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ആണ് നിങ്ങൾക്ക് ജനറൽ നോളജ് ആദ്യം വരിക. പിന്നെ ജോഗ്രഫി, അതുപോലെ തന്നെ ഹൂസ് ഹൂ, അതായത് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഒക്കെ ആരാണ്, അവരുടെ നാമങ്ങളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ അബ്രിവേഷൻസ് ഉണ്ടാവും. സ്പോർട്സ്, അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ടെർമിനോളജി, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്, കോണ്ടിനെന്റ്സ് ആൻഡ് സബ് കോണ്ടിനെന്റ്സ്, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ
ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, എക്സാമ്പിൾ യുണൈറ്റഡ് നാഷൻസ്, WHO, അതുപോലെ തന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ, IMF, ഇതൊക്കെ എന്താ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, കറന്റ് ആൻഡ് നാഷണൽ ഇവന്റ്സ്, പ്രൊമിനന്റ് പേഴ്സണാലിറ്റീസ്, അതായത് പേരെടുത്ത പേഴ്സണാലിറ്റീസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പഠിച്ചു വെക്കണം. ഇനി ഫിസിക്സിന്റെ സിലബസ് നോക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതുപോലെ തന്നെ മാസ്, വെയിറ്റ്, വോളിയം, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ആർക്കിമിഡീസ് ആൻഡ് പ്രഷർ, പാരാമീറ്റർ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ. പിന്നെ മോഷൻ ഓഫ് ഒബ്ജക്ട്സ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഫോഴ്സ് ആൻഡ് മൊമെന്റം, പാരലോഗ്രാം ഓഫ് ഫോഴ്സസ്, സ്റ്റെബിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ്, ഗ്രാവിറ്റേഷൻ, വർക്ക്, പവർ ആൻഡ് എനർജി, ഹീറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്, സൗണ്ട് വേവ്സ് ആൻഡ് their properties, reflection and refraction of light, spherical mirrors and lenses, types and properties of magnets, static and current electricity, conductors and non-conductors, Ohm's law and its simple electrical circuits, heating effects and of electric current. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് വേറെ ഒന്നുമില്ലാതെ ഇതിന് മാത്രം ഇത്രയും മെഡിക്കലിന്റെ, അതായത് മെഡിക്കൽ അസിസ്റ്റന്റ്, നേവി റിലേറ്റഡ് ആണെന്നതിന് ഫിസിക്സിന് നല്ല ഇമ്പോർട്ടന്റ്. കാരണം നിങ്ങൾ എവിടെയാ കിട്ടുക? കടലിലാണ് നിങ്ങളെ കൊണ്ടുപോയിടുക. കടലിൽ പോണ സമയത്ത് അവിടെ ഫിസിക്സ് ഡെയിലി ലൈഫിൽ അപ്ലിക്കബിൾ ആവുന്ന ഒരു സാധനമാണ്. ഡെയിലി നിങ്ങൾക്ക് ഫിസിക്സിന്റെ ബേസിക്സ് അറിഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അപ്പോ മാക്സിമം ഫിസിക്സ് നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ബേസിക് മാത്സ് ഉണ്ടാവും. ഞാൻ വീണ്ടും പറയാം, ബേസിക് മാത്സ് ആണ്. അൾജിബ്ര, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, അനലിറ്റിക്കൽ ജോമെട്രി, ട്രിഗ്നോമെട്രി, ഇന്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്, അതുപോലെ നമ്പർ സിസ്റ്റംസ്, ഫണ്ടമെന്റൽ, അരിതമെറ്റിക് ഓപ്പറേഷൻ, മെൻസുറേഷൻ, ഏരിയ, വോളിയം ആൻഡ് സർഫേസ് ഏരിയ. ഇത്രയാണ് മാത്സിന് വരിക. മാത്സിന്റെ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കണം. അതിന് നമുക്ക് 2 സാറന്മാർ, അടിപൊളി സാറന്മാരുണ്ട്, അവർ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. ഓക്കെ, ഇനി കെമിസ്ട്രിയുടെ സിലബസ് നമുക്ക് നോക്കാം. Physical and chemical changes, elements and mixtures and compounds, symbols, formulae and simple chemical equations, laws of chemical combination, properties of air and water, preparation of and properties of hydrogen, oxygen, nitrogen, carbon dioxide, oxidation and reduction, അതുപോലെ acids, bases and salts, പിന്നെ carbon and its forms, natural and artificial fertilization, പിന്നെ elementary ideas about the structure of atom, atomic equivalent and molecular weights and valency. വാലൻസി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ആറ്റംസിന്റെ കാര്യങ്ങൾ, വാലൻസി കാര്യങ്ങളൊക്കെ അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. കെമിസ്ട്രി ഒക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം മാക്സിമം വരുന്നത് 10th ലെവലിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. പിന്നെ നമ്മുടെ ബയോളജിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഒന്നും പഠിക്കണ്ട, സെറ്റാണ് കേട്ടോ. ബേസിക്സ് ഓഫ് ബയോളജി, അതുപോലെ ബയോളജി GK ഒക്കെ വളരെ സിമ്പിൾ ആണ്. അത് ഞാൻ പ്രോപ്പർ ആയിട്ട് പഠിപ്പിച്ചു തരാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈഫ് പ്രോസസ് ഉണ്ടാവും, സ്റ്റഡി ഓഫ് ബേർഡ്സ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്, അതുപോലെ തന്നെ യൂണിക്നെസ് ഓഫ് ഹ്യൂമൻ ബോഡി, ഫുഡ് ആൻഡ് ഹെൽത്ത്, നെസസിറ്റി ഓഫ് എ ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ വേസ്റ്റ്ഫുൾ ഫുഡ് പ്രാക്ടീസസ്, ഫുഡ് ഈൽഡ്, എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത്, cycles of materials, ecological balances, living resources, habitat and organisms, adaptation. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്, ബയോളജിയിൽ പഠിക്കാനുള്ളത്. എടാ സിമ്പിൾ എക്സാം ആയിരിക്കും, നിങ്ങൾ വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അടുത്തത്. ആൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ ആണ് കേട്ടോ. 157 സെന്റിമീറ്റർ ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 1.6 കിലോമീറ്റർ റണ്ണിങ് ഉണ്ടാവുക 6 മിനിറ്റ് കൊണ്ട്. SSR പോലെ തന്നെ സ്ക്വാട്സ് 20 ടൈംസ് ഉണ്ടാവും. പുഷപ്പ് ഒരു 15 എണ്ണം ഉണ്ടാവും. ഒരു ബെന്നി സിറ്റപ്പ് ഒരു 15 എണ്ണം ഉണ്ടാവും. ഇത്ര മാത്രമേ ഉള്ളൂ. എടാ 1.6 കിലോമീറ്റർ 6 സെക്കൻഡ് കൊണ്ടൊക്കെ സുഖമായിട്ട് ഓടിക്കയറാൻ പറ്റും. അതായത് 400 മീറ്ററിന് 4 റൗണ്ടാണ്, സുഖമായിട്ട് ഓടിക്കയറാം. ഓക്കെ, ഇനി ഇത് നോക്കടാ, 157 ഹൈറ്റ് മതി. ഹൈറ്റ് കുറവുള്ള കുറെ പിള്ളേർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ആ പിള്ളേർ ശരിക്കും ശ്രദ്ധിച്ചോളാം. ആൺപിള്ളേർക്ക് ഹൈറ്റ് ഇത്രയും കുറഞ്ഞിട്ട് വേറെ വരുന്ന വേക്കൻസികൾ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ മര്യാദയ്ക്ക് ഇതിന് അപ്ലൈ ചെയ്തോളാം, മര്യാദയ്ക്ക് ഇത് പഠിച്ചോളാം. +2 സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഇതാണ്. ഇനി വെറുതെ വേറെ പോയിട്ട് ഡിപ്ലോമ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വെറുതെ കുറെ കാലം ജോലി അന്വേഷിച്ച് നടക്കാനും നിൽക്കണ്ട. നേരെ ഇത് എടുത്തോളാം, ഇതിന് മര്യാദയ്ക്ക് പഠിച്ചോളാം, കയറി പോവാം കേട്ടോ. ഇനി നമ്മുടെ അഗ്നിവീറിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി പറയാം. പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും കേട്ടോ. അതായത് നമുക്ക് ഏകദേശം ബാച്ചുകളൊക്കെ റണ്ണിങ് ആണ്, നല്ല രീതിക്ക് തന്നെ ബാച്ചുകൾ റണ്ണിങ് ആണ്. ഓ സോറിടാ, അതിന്റെ ഇടയിൽ സൈലന്റ് ആക്കാൻ മറന്നു പോട്ടെ. അപ്പോ എന്താണ്, കംപ്ലീറ്റ് അഗ്നിവീർ കോഴ്സസ് ആണ്. 30 കുട്ടികൾ വെച്ചുള്ള ബാച്ചേ നമ്മൾ റൺ ചെയ്യുള്ളൂ. 30 കുട്ടികൾ ഫില്ലായി കഴിഞ്ഞാൽ ആ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഓരോ ബാച്ച് വയസ്സായിട്ട് നമുക്ക് മാക്സിമം 30 കുട്ടികളെ നമ്മൾ ഇടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നേവിയുടെ ഏകദേശം MRന്റെ ബാച്ചിൽ എൻറോൾമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് SSR ചെയ്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക,
ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യാം. 2000 ആണ് വരുന്നത്. 2000 മേലെ നമുക്ക് ഒരു കോഴ്സും ഇല്ല. മാക്സിമം നമ്മൾ 2000 ആണ് വാങ്ങുന്നത്. ഇനി പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങുന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ 2000 രൂപ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജോലി കിട്ടിയിട്ട് തന്നാൽ മതി കേട്ടോ. പക്ഷെ ജോലി വാങ്ങണമെന്ന് ഉറപ്പ് തരണം, അതൊരു കാര്യമാണ്. ഇത് എല്ലാവരും ഒന്ന് വെറുതെ ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ. അപ്പൊ മാക്സിമം നോക്കുക. തീരെ പൈസ ഇല്ലാത്ത ആൾക്കാരുടെ കേസാണ് പറഞ്ഞത്. പഠിച്ച് ജോലിക്ക് കയറുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പൈസ ഇപ്പൊ ഇല്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞത്. എല്ലാവർക്കും നമ്മളത് ചെയ്യാൻ പറ്റൂലേ. ഓക്കെ, ഇനി നമ്മൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ പ്രാക്ടീസും മോക്ക് എക്സാം ആണ് നമ്മൾ മെയിൻലി നിങ്ങളെ നമ്മളെ എക്സാംസ് ഒരു 80% ആണ് നിങ്ങൾക്ക് പാസ് മാർക്ക് ഉള്ളത്. അതായത് ഒരു 30 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ 30 ചോദ്യങ്ങൾ 80% നിങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. അത്രയും കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത്രയും നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. അപ്പൊ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും നമ്മളെ. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആർമി GTയുടെ പിള്ളേർ, നമ്മളെ എൻറോൾ ചെയ്ത പിള്ളേർ ഉണ്ട്. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് അവർ പറഞ്ഞു തരും. പ്രോപ്പർ ആയിട്ട് ഫിസിക്കലി ചെയ്യുന്നതിന്റെ പ്രോപ്പർ സ്ട്രക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വിത്ത് ഡെയിലി ടു ഡു ടാസ്കുകൾ ഉൾപ്പെടെ. അതായത് കുടിക്കേണ്ട വെള്ളം, കഴിക്കേണ്ടതും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇനി താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ വേഗം എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക. ഇനി കോഴ്സിന് എൻറോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ നമ്പർ കൊടുക്കുക, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. ഇതിനകത്തുള്ള QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.